നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട വേറൊരു യോഗവിദ്യയെക്കുറിച്ച്, അതായത് മുദ്രയോഗ. എന്താണ് മുദ്ര എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യുക എന്നാ പറയുന്നു, അതായത് ബന്ധിപ്പിക്കുക എന്നുള്ളതാ മുദ്രയുടെ പ്രാധാന്യം. അപ്പോൾ മുദ്ര പല വിധത്തിലുണ്ട്. എൻ്റെ അറിവില് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന 400-500ഓളം മുദ്രകളോളം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഈ മുദ്രയുടെ പ്രാധാന്യം എന്ന് ചോദിക്കുമ്പോൾ, നമ്മളെ യൂണിവേഴ്സലുമായിട്ട്, അതായത് യൂണിവേഴ്സ് ഹീലിംഗ്, അതായത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിലിരിക്കുന്ന മഹാശക്തിയുമായിട്ട് അതിൽ നിന്നും പഞ്ചഭൂതങ്ങളിലേക്ക് കണക്ട് ചെയ്ത് ആ പഞ്ചഭൂതങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഊർജ പ്രവാഹത്തെ കൊണ്ടുവരാൻ നമുക്ക് നമ്മുടെ കൈകളിൽ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് 5 വിരലുകൾ മനുഷ്യന്റെ കയ്യിലുണ്ട്. അത് ഒരു കാലിൽ 5, ഒരു മറ്റേ കാലിൽ 5, 2 കൈകളിലും 5, അങ്ങനെ എല്ലാം ഈ ഭൂതങ്ങളെ ബേസ് ചെയ്ത് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ പ്രപഞ്ചം നമുക്ക് ഈ മഹാശക്തിയെ നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ ധ്യാനത്തിലൂടെ അതിനെ യോഗവിദ്യയിലൂടെ പരിഹരിച്ച് യൂണിവേഴ്സുമായിട്ടുള്ള ഒരു അടുപ്പത്തെ നമുക്ക് ഉണ്ടാക്കുവാനും ഭൂതങ്ങളുടെ, അതായത് പഞ്ചഭൂതങ്ങളുടെ എനർജിയെ ശരീരത്തിൽ ബാലൻസ് ചെയ്യുവാനും എവിടെ കുറവുണ്ടോ അതിനെ നമുക്ക് പരിഹരിക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ മുദ്ര യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് 5 വിരലുകൾക്ക് 5 ഭൂതം, 5 വിരലുക്ക് 5 ഭൂതം, ഉരൈത്തേൻ പാര്. 5 വിരലുകൾക്കും 5 ഭൂതങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഏത് ഭൂതത്തിനാണോ നമുക്ക് കുറവുണ്ടാകുന്നത് അതിനെ പരിഹരിക്കുക. അതറിയാത്തവർക്ക് സ്ഥിരമായിട്ട് ഇത് തന്നെ ഒരു 10-20 മിനിറ്റ് നേരം നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ യോഗ മുദ്രയെ അല്ലെങ്കിൽ മുദ്രയോഗയെ ചെയ്താൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള മാറ്റങ്ങളും ഈ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആയിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള എന്തിനേയും നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് യോഗമുദ്ര എന്നത് ചെറിയൊരു വിഷയമോ അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു വിഷയമായിട്ടൊക്കെ പലരും പറഞ്ഞിരിക്കാം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ കൈകളും നമ്മുടെ മനസ്സും ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് ആയി കഴിയുമ്പോൾ നമുക്ക് എന്തിനേയും നേടാനുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ മുദ്രയോഗയെ കൊണ്ടെന്ന് സാധിക്കും. ഇതും ഒരു മഹത് വിദ്യയാണ്. അത് അറിയാവുന്നുള്ളൊരു ഗുരുവിൻ്റെ അടുക്ക്. കാരണം എങ്ങനെയാ മുദ്രകൾ പിടിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് പലരും ചിന്മുദ്ര പിടിക്കുന്നത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ. ചിന്മുദ്ര എല്ലാവരും ഇങ്ങനെ പിടിക്കാറാവുള്ളത്. ചിന്മുദ്ര എന്നത് ബന്ധിച്ചു പിടിക്കുക എന്നുള്ളതാ റൂൾ. അപ്പൊ അത് എല്ലാവരും ഇങ്ങനെ തുമ്പോട് തുമ്പ് മുട്ടിച്ചാ പഠിപ്പിക്കുന്നതും ചെയ്യുന്നതും അത് തന്നെ ആദ്യമേ ഒരു മാറ്റം വരുത്തേണ്ട ഒന്നാണ്. മുദ്രകളെ എപ്പോഴും അതിൻ്റെ റൂളിലൂടെ പഠിച്ച് അതൊരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിച്ചുകൊണ്ട് മുമ്പോട്ട് തുടർന്നു പോവുക. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ മാറ്റങ്ങളെയും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഈ പ്രകൃതിയോട് ലയിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അസാധ്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു മുദ്രയോഗം കൊണ്ട് സാധിക്കും എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് അറിയിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരുന്ന നമ്പറിലേക്ക് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ അതിന് ഉത്തരങ്ങൾ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇതുവരെ എല്ലാവരും എൻ്റെ വീഡിയോകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, പലരും സംശയം ചോദിക്കുന്നുണ്ട്, പലരും ക്ലാസ്സിന് പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദി പറയാം. എല്ലാവരുടെയും ആ ഒരു സ്നേഹവും സഹകരണവും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം.